ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ പിന്നെ ചോദ്യം നീളുകയില്ല. ഉണ്ട്, തലവയ്ക്കും. അങ്ങനെ പഴയ ആളുകൾ തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ താൻ ബഹുമാനിച്ചു എന്ന് അറിയുന്ന തന്നിലെ ദേവത, മനസ്സിലായില്ല, ആ ബഹുമാനമേറ്റുവാങ്ങിയ ദേവതയുമായി സൗമ്യമായി, നിശബ്ദമായി, നിസ്തന്ത്രമായി നടത്തുന്ന ഒരാശയവിനിമയത്തിൻ്റെ രൂപരേഖകൾ ആ ദേവതയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിയുമ്പോൾ, അനുപേക്ഷണീയമായ ഒരു മുഹൂർത്തത്തിൽ ആ ദേവതയുമായി കടന്നു ചെല്ലുന്ന നിങ്ങളെ കാണുമ്പോൾ അപ്പുറത്തൊരുത്തൻ എഴുന്നേക്കും. മനസ്സിലായില്ല? ഹിസ്റ്ററി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് കണ്ട് അതേ വേഷപ്പകർച്ചകളോ അതേ രൂപഭാവങ്ങളോ കൊണ്ട് അതേ സാഹചര്യങ്ങളെ കൃത്രിമമായി സൃഷ്ടിച്ചതുകൊണ്ട് ആ ദേവതകൾ സംതൃപ്തരാവുകയോ ആ അവസ്ഥ സംജാതമാക്കിത്തരികയോ ചെയ്യില്ല. ഇതാ ദേവതാവിജ്ഞാനത്തിൻ്റെ അകപ്പൊരുൾ. അത് തേടാനിഷ്ടപ്പെടുന്നു എങ്കിൽ ആ കവച്ചവൻ തൊട്ട് തലയിൽ വയ്ക്കുന്നത് ഭൗതികമായൊരു കാലിനെയല്ല, അതിക്രമണം നടത്തിയ തൻ്റെ കാലുകളിൽ അന്തസ്ഥിതമായ ദേവതയുടെ വിനയാന്വിതമായ പ്രണാമമാണ് മറ്റേ കാലിൽ അന്തസ്ഥമായ ദേവതയ്ക്ക് മുമ്പിൽ നമിച്ച് ചെയ്യുന്നത്. മനസ്സിലായില്ല? വേദനിക്കാത്തപ്പോഴും അരോഗദൃഢഗാത്രമായിരിക്കുമ്പോഴും ഉത്തരവാദിത്തങ്ങൾ തലയ്ക്കു പിടിച്ച് ജീവിക്കുമ്പോഴും തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും അരികത്തിരുന്ന് അവരെ തഴുകിത്തലോടി ആശ്വസിപ്പിക്കുന്നൊരു ഹസ്തത്തിൽ അന്തസ്ഥിതമായ ദേവത അനുഗ്രഹവർഷം ചൊരിയുമ്പോഴാണ് തൻ്റെ സങ്കല്പത്തിനനുസൃതമായ സാഹചര്യങ്ങൾ ഇണങ്ങി വരുന്നത്. മനസ്സിലായില്ല? പിടികിട്ടിയില്ല? പിടിച്ചില്ല? എൻ്റെ ലോജിക്ക് ഇപ്പം ഈ ദേവതാവിജ്ഞാനത്തിൻ്റെ ലോകം കല്ലെണ്ണി പഠിച്ചാൽ കിട്ടില്ല. പിതാവും മാതാവും ഒക്കെ ചേർന്ന് ആ ലോകങ്ങളിൽ അധിഷ്ഠാതൃദേവതയെ സംപ്രീതമാക്കി നിർത്തുന്ന ശൈശവം തികഞ്ഞ നിഷ്കളങ്കത കക്കയും ചിപ്പിയും മയിൽപ്പീലിയും പൂവും ചരസ്ഥാവരങ്ങളൊക്കെയും തൻ്റെ ആത്മസോദര ഭാവത്തിൽ ചേർത്തുവെച്ച് അതിലധിഷ്ഠിതമായിരിക്കുന്ന ദേവതയുമായി ഒന്നുചേർന്ന് കളിക്കുമ്പോഴാണ് സൗഭാഗ്യാതിരേകം തികഞ്ഞ ഈ ലോകം അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസൃതമായി എത്തുകയും എത്താതിരിക്കുകയും ചെയ്യുന്ന വിഭൂതികളിലേക്ക് വികസിക്കുന്നത്.
മനസ്സിലായില്ല. അതിന് ദേവതാവിജ്ഞാനം വേണം. അതിന് കയ്യെയും കാലിനെയും ഒക്കെ പരിശീലിപ്പിക്കണം. ഭുജ് രക്ഷായാം, രക്ഷിക്കുന്നത് കൊണ്ടാണ് ഭുജം എന്ന് പേര് വന്നിരിക്കുന്നത്. ആ ദേവത അതിനുള്ളതാണ്. എപ്പോഴെങ്കിലും ഉപദ്രവിക്കുന്ന ഒരു തലത്തിലേക്ക് ഭുജം മാറിയാൽ ആ ദേവതയുടെ സ്വരൂപം മാറി. ഇങ്ങനെ ഓരോ ദേവതയെയും തൊട്ടറിയണം. എന്നിട്ട് ശാന്തി ഉണ്ടാക്കണം. ഇതിന് വ്യവസ്ഥാപിതമായൊരു അഭ്യാസമുണ്ട്. അതാണ് ജ്ഞാനത്തിലെത്തിക്കുന്നത്. അപ്പം ജ്ഞാനം അഭ്യാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. അതിൻ്റെ ചിന്തനം, അതിലെ ദേവതാവിജ്ഞാനം, ധ്യാനം, കണ്ണടച്ചിരിക്കുന്ന ആ പ്രകൃതമല്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ അറിവുണ്ടായാൽ ആ ബാഹ്യമായ വിഷയം വിട്ടതിൻ്റെ അന്തസ്ഥ ചൈതന്യത്തെ വിചാരം ചെയ്യാൻ കഴിയുന്ന ഒരറിവ്. മനസ്സിലായില്ല? അത് ധ്യാനമാണ്. അമ്മ ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അല്ല അമ്മ ഞാൻ പോകട്ടെ എന്ന്. നീ പോയില്ല മോൻ. എന്താടാ നീ പോകാൻ പറഞ്ഞിട്ട് പോകാത്തത്? പോകാനല്ല അമ്മ പറഞ്ഞു. എൻ്റെ അന്ധകരണം പറഞ്ഞു അമ്മ പോകാനല്ല പറഞ്ഞു. ഞാൻ പോകുന്നില്ല. പോകുന്നില്ലമ്മേ, ഞാൻ പോകുന്നില്ല. അല്ല മോനെ പൊക്കോളനാ പറഞ്ഞു. നിനക്ക് നിർബന്ധമാണ്. എനിക്ക് നിർബന്ധമല്ല. എനിക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കില്ല. ഞാൻ പോയിരിക്കും. എനിക്ക് പോകണമെന്ന നിർബന്ധം, അതിൽ വരുന്ന പരാജയം അമ്മയെ ഏൽപ്പിച്ച് അമ്മ മോശമാണെന്ന് ചിത്രീകരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അത്രയും കശ്മലനല്ല ഞാൻ. പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സുധാകര പ്രമാണത്തിലാണെന്ന് പറയരുത്. മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ പോവുകയാണ്, എൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നത്, ഞാൻ ചോദിച്ചില്ല എന്ന് നാളെ പറയരുത്. കുഴപ്പം വല്ലതും വന്നാൽ എൻ്റെ ഉത്തരവാദിത്വമൊക്കെ അമ്മയ്ക്കാണ്. ഗുണം വന്നാൽ ഞാൻ എടുത്ത തീരുമാനവുമാണ്. മനസ്സിലായില്ല? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അവിടുത്തെ അനുഗ്രഹാശിസ്സുകളോടെ എനിക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഞാൻ പോയാൽ അത് വിജയിക്കണം എങ്കിൽ എൻ്റെ കഴിവ് പോരാ. അവിടുത്തെ അനുഗ്രഹവർഷം എനിക്ക് തണലായി താങ്ങായി ഉണ്ടാവണം. ആദ്യം അമ്മയിൽ നിന്ന് വന്നത് പോകണ്ട എന്നാണ്. ഇനി അമ്മ പറഞ്ഞാലും ഞാൻ പോവില്ല. എനിക്ക് ആ ദേവതയുടെ അനുഗ്രഹമാണ് വേണ്ടത്. ഇനി പറയുന്ന അമ്മ എൻ്റെ ലൗകിക സമർത്ഥയായ അമ്മയാണ്. അവിടെ ഞാനും അമ്മയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ. എൻ്റെ ദേവതയും അമ്മയുടെ ദേവതയും തമ്മിലുള്ള പാരസ്പര്യമില്ല. ഈ വിഷയം ആവാമെന്ന് നിങ്ങൾ പറഞ്ഞെങ്കിലും അകത്തോട്ട് കയറും തോറും ഇതിൻ്റെ സങ്കീർണത നിങ്ങൾക്ക് രുചിക്കുമോ എന്നെനിക്കറിയില്ല. വെറും സ്പോണ്ടേനിയസ് അല്ല.
അമ്മയുടെ നൂറ്റാണ്ടുകളുടെ അനുഭവങ്ങളുടെ, ജന്മജന്മാന്തരങ്ങളുടെ അനുഭവങ്ങളുടെ, അമ്മ അനേക ജന്മങ്ങളിൽ സ്വാംശീകരിച്ച അറിവിൻ്റെ വൃത്തി ഭാവങ്ങൾ അത്രയും കൊണ്ട് ഏതോ ഒരാഗ്രഹത്തിൻ്റെ മുഹൂർത്തത്തിൽ എൻ്റെ അച്ഛനെ ഉപജീവിച്ചതിൻ്റെ അനന്തരഫലമായ ഞാൻ എത്രയും സുചാരുവായിരിക്കുന്നത് അമ്മയുടെ സങ്കല്പത്തിലാണെന്നും അവിടുത്തെ നിയന്ത്രണത്തിലാണ് എൻ്റെ ഇന്ദ്രിയങ്ങളുടെയും ബോധതലങ്ങളുടെയും ദേവതകളെന്നും തിരിച്ചറിയുകയാൽ ആ ദേവതകളെ ഏതൊരു ചരടിൽ പിടിച്ചാണോ അമ്മ നിലനിർത്തിയിരിക്കുന്നത് അതിൻ്റെ പാരമ്പര്യ വഴിയിൽ മാത്രം സഞ്ചരിച്ച് ആനന്ദമടഞ്ഞു പൂർണ്ണനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിനയാന്വിതമായി പറയുന്നതിൻ്റെ കവിഭാവന നിങ്ങൾക്കുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഈ വഴിയിൽ യാത്ര ചെയ്യാം. അതല്പം പോലും ഇല്ലെങ്കിൽ എഴുന്നേറ്റ് പോയി കപ്പയ്ക്ക് കിളച്ചാൽ നല്ലതാണ്. മഴ തുടങ്ങിയിട്ടുണ്ട്. അനേക പാരമ്പര്യ സിദ്ധമായ അറിവ് മുഴുവൻ ഈ ഒരൊറ്റ പ്രതികരണത്തിൽ ആ ദേവത സ്വായത്തമാക്കി സമ്പൂർണമായൊരു ആനന്ദത്തിലേക്ക് മാനവനെ നയിക്കുമെന്ന്. അതിനെയാണ് പഴയകാല ഭാരതീയർ വിദ്യയെന്ന് പേര് ചൊല്ലി വിളിച്ചത്. അതിന് തലയും കുത്തി നീക്കിയൊന്നും വേണ്ട. ഒരു നിമിഷത്തിൻ്റെ വിനയം മതി. സമയത്ത് കിട്ടണം. മനസ്സിലായില്ല? അല്ലെങ്കിലും നിങ്ങൾ തള്ള ഇങ്ങനെയാണ്, എന്തിനിറങ്ങി തിരിച്ചാലും. മനസ്സിലായില്ല? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു, ശരിയല്ല. പണി വെടിച്ചില്ല് പോലെ തീർന്നു. അപ്പം ആ ദേവത അകത്തിരുന്ന് പറയും, പോക്ക. അമ്മയുടെ ഉള്ളിലേ അല്ല, അമ്മയുടെ ഉള്ളിലേ അല്ല. ചെവി അകത്തേക്കാക്കിയാൽ കേൾക്കാം ആ ദേവതയുടെ ശബ്ദം. ഇതെല്ലാം കഴിഞ്ഞു പോയിരുന്ന് കുറച്ചു നേരം സംഘർഷപൂരിതമായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആ ദേവതയുടെ ശബ്ദം കേൾക്കാം. നീ പോക്കാണെന്ന് പറയുന്നത്. മനസ്സിലായില്ല? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ ഒരു ദേവതയുണ്ട് അകത്തിരിക്കുന്നത്. അവൾ പറയും. ആ ദേവതയാണ് നമ്മുടെ കൂടെയുള്ളത്. കയ്യിലുള്ള ധനമൊന്നും കൂടെയില്ല. കാരണം ചിലപ്പോൾ വീണ പെട്ടി തുറക്കാനാവില്ല. കാരണം പെട്ടിക്കകത്ത് നിറച്ച് പണമായിട്ട് പോവാണ്, വഴി വീണു, പെട്ടി തുറക്കാൻ പറ്റില്ല. പണം കൊണ്ട് വല്ല കാര്യമുണ്ടോ? എഴുന്നേക്കാൻ പറ്റില്ല, ഒരു ചായ പോയി ചോദിച്ച് മേടിക്കാൻ. അപ്പോൾ ഈ ദേവത വേണം വഴിയുണ്ടാക്കാൻ. ആ സുന്ദര സുകുമാര സുദിനത്തിൽ വീണ് കിടക്കും. കാരണം ജീവിതത്തിൽ ആ സമയത്താണ് ഈ ദേവത ഉണർന്നു വരുന്നതെങ്കിൽ മന്ന ഉണ്ടാവും. ഭൂമി പിളർന്നിട്ട് വെള്ളം വരും. ഇസഹാക്കിനോട് പോയി ചോദിച്ചാൽ മതി. മനസ്സിലായില്ല? ഭൂമി പൊട്ടും, ജലം മുകളിലേക്ക് ഉയരും. ആ ജലം കൃത്യമായി വായിൽ വീഴും. ആ ദാഹജലം കൊണ്ട് വളരും. അതിന് സമ്പാദ്യം വേണം. അതിനേ സമ്പാദ്യം വേണ്ടു.
ബാക്കിയൊക്കെ ഒരുപിടി പൊങ്ങച്ചത്തിനുള്ളതാണ്. അത് ഉരുണ്ട് പുരണ്ട് പോകും. ഇതിന് പണിയെടുക്കുമ്പോൾ അതെല്ലാം വരും. സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കാൻ വരും. പക്ഷെ ഇത് കളഞ്ഞിട്ട് അതിൻ്റെ പുറകെ പോകും. മനസ്സിലായില്ല? അപ്പോഴിത് മതി എന്ന് പറഞ്ഞ് നിൽക്കാൻ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ ആവോ? ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരിയല്ല, കേട്ടിട്ടില്ല. ഇത് കൈവിട്ട് പോകാതിരുന്നാൽ മതി. ബാക്കി ഒന്നും കിട്ടിയില്ലെന്ന് വെച്ച് കുഴപ്പമില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം വേണം. അതുണ്ടെങ്കിൽ ദേവതാ വിജ്ഞാനം കിട്ടും. അത് കിട്ടിയവർ അത് പോകാതിരിക്കുന്നതിനും അത് നിരന്തരമായി കിട്ടുന്നതിനും അത് തൻ്റെ സൗഭാഗ്യമാകുന്നതിനും വേണ്ടി സമസ്ത ദേവതകളെയും സങ്കല്പിച്ച് പാഠം ചെയ്തിരുന്നു. ഇതിനെ വൈദികർ ശാന്തി പാഠം എന്ന് വിളിച്ചിരുന്നു. കേട്ടില്ല? മനസ്സിലായില്ല? ശാന്തി പാഠം. ദശ സ്വരൂപങ്ങളും ശാന്തിതമാകുന്നതിനുള്ള ദശാധ്യായ രൂപമായ ശാന്തിപാഠം. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിത്യേന ചെയ്തിരുന്നത്. വിഷയലോലുപങ്ങളായ കർമ്മങ്ങൾ ഉൾപ്പെടെ ആധ്യാത്മികവും ആധിഭൗതികവും ആധിദൈവികവുമായ തലങ്ങളിലെല്ലാം ചരിക്കുമ്പോൾ ദശവിധ ശാന്തിക്കായിക്കൊണ്ട് നിത്യേ നിരന്തരേ ചെയ്തിരുന്ന, നിത്യമായി നിരന്തരമായി ചെയ്തിരുന്ന ഒരു പാഠം. ഇതിന് ശാന്തി പാഠം എന്ന് പറയും. അപ്പം ശാന്തി വിഷയം, ശാന്തി പാഠം അതിൻ്റെ ഉപാംഗം. ദശവിധ ശാന്തിക്കായിക്കൊണ്ട് ഇന്ദ്രിയാധിഷ്ഠാതൃ ദേവതകളുടെ ശാന്തിക്കായിക്കൊണ്ട് സ്വജീവനത്തിൻ്റെ ശാന്തിക്കായിക്കൊണ്ട് ഒരഭ്യാസം അവർക്കുണ്ടായിരുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നത് ജ്ഞാനത്തെക്കാൾ വിശിഷ്ടമായ ധ്യാനവും ധ്യാനത്തെക്കാൾ വിശിഷ്ടമായ കർമ്മഫലത്യാഗവും. ഏത് കർമ്മവും ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദി വിഷയങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതൊരു കർമ്മവും ദേവതാവിജ്ഞാനത്തിലാണ് ബലരൂപേണ നിലകൊള്ളുന്നതെന്നും അത് സമഷ്ടി ദേവതയിൽ തൻ്റെ പൂർവകാലീനവും വർത്തമാനകാലികവും ആയ ദേവതാബന്ധങ്ങളുടെ തലം മാത്രമാണെന്നറിഞ്ഞ്
ആ ഫലത്തെ ത്യജിക്കുമ്പോൾ ശാന്തിയെ ലഭിക്കുന്നു. എല്ലാ കർമ്മങ്ങളിലും ഫലം അനുകൂലവും പ്രതികൂലവുമായി ഉണ്ടാക്കുന്നതത്രയും തൻ്റെ പൂർവചരിത്രം അറിയുന്ന ദേവതകളാണെന്നും ദേവതകളുടെ അറിവ് മാത്രമാണ് അനുഭവങ്ങളെന്നും അവ എങ്ങനെയായിരുന്നാലും തൻ്റെ യാത്രയ്ക്ക് അനുഗുണമാണെന്നും അവയൊന്നും തൻ്റെ ദേവതകൾക്ക് അന്യമല്ലെന്നും തിരിച്ചറിയുമ്പോഴാണ് ഒരുവന് ഫലം ത്യജിക്കാൻ കരുത്തുണ്ടാകുന്നത്. അല്ലാതെ ആരും ഫലം ത്യജിക്കില്ല. മനസ്സിലായില്ല? ഫലം ത്യജിക്കണം എന്നൊക്കെ ഉപദേശിക്കാം. സമയം വരുമ്പോൾ ഉപദേശിച്ചവൻ പോലും ഫലം ത്യജിക്കില്ല. കാരണം ഭട്ടർ രാവിലെ ഏറ്റ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു എല്ലാവരോടും, ഗോമാതാവാണ്, അതിനെ ഹിംസിക്കരുത്, തള്ളരുത് എന്ന്. ശരിയാണ്. ഇപ്പോൾ ഉടനെ തന്നെ നാട്ടുകാരും മിടുക്കന്മാരായതുകൊണ്ടൊരു പശുവിനെ അയാളുടെ വയറ്റിൽ കയറ്റി വിട്ടു. ഇപ്പോഴാണ് ഒലക്കയായിട്ട് എന്നാൽ ഒരടി വെച്ചു കൊടുത്തു. അപ്പോൾ ചോദിച്ചു, തിരുമനി പശുവിനെ ഏട്ടിലപ്പടി പയറ്റിലിപ്പടി എന്ന് പറയേണ്ടി വരും. അത് വരാതിരിക്കണം. ഓദിക്കുവാൻ നാടായ നാട്ടിലെല്ലാം ചെല്ലും, സമാധാനിപ്പിക്കും, മരിച്ചുപോയവരുടെ കർമ്മങ്ങളുമൊക്കെ ചെയ്യാൻ. വളരെ ഗംഭീരമായിട്ട് സമാധാനിപ്പിക്കുന്നതിനിടയിൽ ഇയാളുടെ കൊച്ചു മരിച്ചു പോയത്. ബാക്കിയുള്ളവരെ സമാധാനിപ്പിക്കുന്ന പോലെയാണെന്ന് വിചാരിച്ച് അവർ ചെന്നിട്ട്, അങ്ങ് ജ്ഞാനമുള്ള ആളല്ലേ, അങ്ങല്ലേ വന്ന് ഞങ്ങളെയൊക്കെ അത് നിൻ പുള്ള ഇതെൻ പുള്ള. ഇത് വരാതിരിക്കണം എങ്കിൽ ദേവതയെ അറിയണം. ദേവതാജ്ഞാനം കൊണ്ട് മാത്രമേ ഇവിടം കടന്നുപോകും. എല്ലാ കർമ്മങ്ങളിലും എല്ലാ ബന്ധങ്ങളിലും എല്ലാ ഇടപാടുകളിലും അധിഷ്ഠാതൃദേവതകളാണ് പെരുമാറുന്നത്. അവയ്ക്ക് തന്നെ കൊണ്ടു നടന്ന് താൻ ജീവിച്ച ജീവിതത്തിൻ്റെ മുഴുവൻ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുള്ളവരാണവർ. മായ്ച്ചു കളയാൻ പറ്റില്ല. അതവിടെ കിടക്കും. നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇത് എടുത്ത് റീസൈക്കിൾ ബിന്നിലേക്കോ അങ്ങനെയാണോ നിങ്ങൾ പറയുക? ആണോ? അവിടുന്നും പുറത്തേക്കോ ഒക്കെ കളഞ്ഞാലും ഇതൊരിക്കൽ നിങ്ങൾ തൊട്ടതാണെങ്കിൽ അതാ ദേവതയിൽ അതിസൂക്ഷ്മമായി ഉണ്ടാവും. അനുകൂല പരിതസ്ഥിതികളിലെല്ലാം അത് പുറത്തേക്ക് വരും, പ്രകടമാവും. ഇതൊരിക്കലും തേച്ചു മാച്ച് കളയാൻ പറ്റില്ല. ശരീരമെടുത്ത് കത്തിച്ചാലും ലിംഗശരീരത്തിൽ അതുണ്ടാവും. മനസ്സിലായില്ല? അത്രയും സൂക്ഷ്മമാണ് ഈ സാധനം. സ്ഥൂലമായി ശരീരം കത്തിച്ചു കളഞ്ഞാൽ ഇതങ്ങ് പോവോ? പോവില്ല. അതുകൊണ്ട് ഒരു ഹിസ്റ്ററിയും മാഞ്ഞു പോവില്ല, അത് കൂടെ ഉണ്ടാവും. സോപ്പ് തേപ്പിച്ച് കുളിച്ചാലോ നല്ലപോലെ എണ്ണയിട്ടാലോ പുറത്തുള്ള കച്ചകളൊക്കെ മാറ്റിമറിച്ച് നോക്കിയാലോ ഒന്നും പോവില്ല. അതുകൊണ്ട് ദേവതകളെ സന്തോഷിപ്പിച്ച്, ദേവതകളെ അനുനയിപ്പിച്ച്, ദേവതകളെ അഭ്യാസം കൊണ്ട്
രൂപാന്തരപ്പെടുത്തി കർമ്മഫലത്തെ ത്യജിക്കുമ്പോൾ മാത്രമാണ് സംതൃപ്തങ്ങളായ ദേവതകൾ ശാന്തിയുടെ തലങ്ങളിലേക്ക് എത്തിക്കുക. ആ ശാന്തിക്ക് ഉള്ള പാഠങ്ങളാണ് ശാന്തി പാഠം. പുറകെ നോക്കാം. വിഷയം ഏതാണ്ട് ആമുഖം 11 തോന്നുന്നു. 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയിട്ടാകാം ബാക്കി. വൈദികങ്ങളാണ് ശാന്തി മന്ത്രങ്ങൾ. അവ 10 പ്രധാനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ഉപനിഷത്തുകളുടെ ആരംഭത്തിലാണ് ശാന്തി മന്ത്രങ്ങൾ അവസാനത്തിൽ. ദശവിധ ശാന്തി തരുന്ന ഒരു മന്ത്രമുണ്ട്. അത് പ്രേഷ്ഠമന്ത്രമാണ്. ദൗ ശാന്തി അന്തരീക്ഷകം ശാന്തി പൃഥിവീ ശാന്തി ആപശാന്തി ഓഷധയ ശാന്തി വനസ്പതയ ശാന്തി വിശ്വേ ദേവാഃ ശാന്തി ബ്രഹ്മാ ശാന്തി സർവം ശാന്തി ശാന്തിരേവ ശാന്തി സമാ ശാന്തിരേധി. ഇതാണ് ആ ശാന്തി മന്ത്രം. പഴയ ആളുകൾ ശബ്ദത്തിൻ്റെ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങളും ഹ്രസ്വദീർഘ പ്ലുതങ്ങളും അനുനാസിക അനനുനാസികങ്ങളുമൊക്കെ പഠിച്ചപ്പോൾ മനുഷ്യന് എന്തെല്ലാം തരം ശബ്ദം ലോകത്തേക്ക് വിടുന്നു, എന്തെല്ലാം രൂപങ്ങളെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. പഴയ ആളുകൾ അവർ വാ തുറക്കുന്നത് തൻ്റെ ശബ്ദം കൊണ്ട് പ്രകൃതിയിലൊരു ശാന്തിയുടെ പ്രസൂനം വിടരണമെന്ന് ആഗ്രഹിച്ചു മാത്രമാണ്. ഒരു വിദ്യാഭ്യാസം ഇത്ര വളരാത്ത, പുരോഗതി ഇത്ര വരാത്ത, പ്രതികരണങ്ങൾക്ക് ബുദ്ധിജീവികളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ആഹ്വാനം ചെയ്യാത്ത കാലങ്ങളിലെ ഏതൊരമ്മയും വീട്ടിൽ സംഭാഷണം ചെയ്ത രീതി പ്രകൃതിയെ സ്ത്രീയെന്ന് സങ്കല്പിക്കാമെങ്കിൽ സ്ത്രൈണമായ സങ്കല്പങ്ങളിൽ നിന്ന് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും കടന്നുവന്ന ശാന്തിതമായ വായു, ശാന്തിയുടെ അവാച്യ മുഹൂർത്തങ്ങളെ നമുക്കനുമിച്ചു തന്ന, സംക്ഷോഭമേതുമില്ലാത്ത ആ കാലം ഭാവനയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഏതൊരമ്മയും ആ കാലങ്ങളിൽ തൻ്റെ മക്കളോടും തൻ്റെ ഭർത്താവിനോടും തൻ്റെ പരിചയക്കാരോടും തൻ്റെ അച്ഛനമ്മമാരോടും എല്ലാം സംസാരിക്കുന്നതും എല്ലാം ഇടപെടുന്നതും എവിടെയും ചെല്ലുമ്പോൾ അവരുടെ വാക് പ്രസൂനങ്ങൾ എത്തിച്ചേരുന്നത്, അവർ നോക്കിയിരിക്കുന്നത് ശാന്തിയെ മാത്രമായിരുന്നു. ശരിയല്ല, ശരിയല്ല, ശരിയല്ല.
ഇന്ന് ഏതെങ്കിലും വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ വാ പൊളിച്ചാൽ, പുരുഷന്മാർ അന്നും ഇന്നും ഒരുപോലെ ആയതുകൊണ്ടാണ് താരതമ്യത്തിൽ സ്ത്രീകളെ എടുക്കേണ്ടി വരുന്നത്. മനസ്സിലായില്ല. പ്രതികരണങ്ങളും വഴക്കുകളും വക്കാണങ്ങളും ക്ഷോഭങ്ങളും ഏറ്റുമുട്ടലുകളുമെല്ലാം പുരുഷൻ്റെ മാത്രം കുത്തകയായിരുന്ന കാലങ്ങളായിരുന്നു അവ. ശരിയല്ല. നിങ്ങളങ്ങനെ ഇതൊന്നും കുത്തകയായിട്ട് വെച്ച് പുലർത്തുകയൊന്നും വേണ്ട. ഞങ്ങൾ കാണിച്ചു തരാം ഇതെങ്ങനെ വേണമെന്ന് എന്ന് പറഞ്ഞ് ഇന്ന് അവർ വന്നിട്ടുണ്ട് എന്നത് ലോകവിനാശത്തിന് ആശാവഹമായിട്ടുണ്ട്. ശരിയല്ല, ശരിയല്ല. സ്ത്രീകളും ഇരിപ്പുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാലാണ് കൂടുതൽ എളുപ്പത്തിൽ അറിയാറ്. അതിശക്തങ്ങളായ പ്രതികരണങ്ങളുടെ ഒരു ലോകമാണ്. മറ്റത് പഴയ അമ്മമാർ പറയുക, രണ്ട് കൈയും കൂട്ടിയടിച്ചാലല്ലേ ശബ്ദം കേൾക്കുള്ളൂ. നീ ക്ഷമിക്കും മോളെ. ശരിയല്ല. എന്താ ക്ഷമിക്കാനെന്താ, നമ്മൾ അടിമയെ? അമ്മയുടെ ഈ പ്രകൃതമാണ് ഇത്രയും വളം വെച്ചു കൊടുത്തത്. ക്ഷമിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയുമോ? ഉത്തരം സ്ത്രീകളിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. പറയുമോ? ഇല്ല. കനത്ത നിശബ്ദതയെ. സമ്മതമെന്നോ? അത് കുഴപ്പമാണ്. മൗനം വിദ്വാന് ഭൂഷണം കഴിഞ്ഞൊരു ലൈനുണ്ട്. കാകകോലാഹലത്തിങ്കൽ കുയിൽനാദം വിളങ്ങിട. അവിടെയാ മൗനം വിദ്വാന് ഭൂഷണം. മനസ്സിലായില്ല? അല്ല, എല്ലായിടത്തും മൗനം വിദ്വാന് ഭൂഷണമല്ല. മൗനം വട്ടിൻ്റെ ലക്ഷണമാവും. അപ്പം മൗനം ഏതിൽ പെടുത്താമെന്ന് ഇനിയിപ്പം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. മറിച്ച് പഴയ ആളുകൾ ക്ഷോഭമില്ലാതിരിക്കാൻ പ്രത്യേകം പഠിപ്പിച്ചിരുന്നു. അവരാഗ്രഹിച്ചിരുന്നതും ശാന്തിയാണ്. അതിലവർ ചുറ്റുപാടുകളെല്ലാം ശാന്തമാകാൻ, രാവിലെ ഏറ്റു മുറ്റമടിക്കുന്നതും അകമൊക്കെ വൃത്തിയാക്കുന്നതും കുളിക്കുന്നതും തുണിയലക്കുന്നതും എല്ലാം അവ കാണുമ്പോൾ ശാന്തമാകാൻ വേണ്ടിയാണ്. മനസ്സിലായില്ല? മുറ്റത്ത് നിൽക്കുന്ന ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുന്നതും അതിന് വളമിടുന്നതും അവ ഒരു അശാന്തിയെ പ്രദാനം ചെയ്യാതെ നല്ല കാഴ്ചയായി നിൽക്കാനാണ്. രാവിലെ എഴുന്നേറ്റ് ചെന്ന് പുഴു കടിച്ച ഇലകളൊക്കെ പതുക്കെ നുള്ളിക്കളയുന്നതും ഒക്കെ ആ മനസ്സ് അശാന്തമാകാതിരിക്കാനാണ്. ശരിയല്ല? അവർക്ക് ശാന്തിയെക്കുറിച്ചുള്ള തക്കതായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ആ കാലങ്ങളിലെ മാനവൻ വൈദിക സന്ധ്യകൾ ഒരു സന്ധിയിൽ നിന്ന് വേറൊരു സന്ധിയിലേക്ക് കിടക്കുന്നതാണ്. അവ 7, 5, 3 എന്നൊക്കെ പറയും. ത്രിസന്ധ്യയെങ്കിലും ഉണ്ട്. പ്രാതസന്ധ്യ, മധ്യമസന്ധ്യ, സായന്തന സന്ധ്യ. അപ്പം ഇങ്ങനെ മധ്യാഹ്ന സന്ധ്യയും സായന്തന സന്ധ്യയും പ്രാതസന്ധ്യയും അതൊക്കെയാണ് മുസ്ലിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നു. അവർക്ക് 5 സന്ധ്യകൾ, അവരുടെ പഞ്ചസന്ധികൾ.